ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ അരങ്ങേറ്റാണ് കേട്ടോ. ഇപ്പോൾ ടൈം 4:10 ഇപ്പം നീച്ചിട്ടുള്ളൂ. നീച്ചപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് അരങ്ങേറ്റായതുകൊണ്ട് നേരത്തെ നീച്ച് പോകണം. ഞാൻ 4:10 നീച്ചിട്ടോ. കാരണം നമുക്ക് 6:30 ആകുമ്പോൾ അങ്ങനെ എത്തണം പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർക്ക്. ശാരദ പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഒരു 5:30 ഇറങ്ങിയാൽ അവിടേക്ക് എത്തുള്ളൂ. 6 മണിയൊക്കെ ആകുമ്പോഴും അവിടെ തൊഴുതൊക്കെ സെറ്റ് ആവേണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അങ്ങനെ കുളിച്ച് ഫ്രഷായിട്ട് ഞാൻ പുലർച്ചെ 3:10 അമ്മേനെ കൊണ്ട് തീറ്റിപ്പിച്ചുട്ടാ. പിന്നെ ഉള്ളിക്കറി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെ ഇന്നലെ തന്നെ പോയിട്ട് എല്ലാവർക്കും ദക്ഷിണയും കാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ അച്ഛന്, അച്ഛൻ്റെ അച്ഛന്, പിന്നെ അച്ഛമ്മയ്ക്ക്, മാമന്, അമ്മായിക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ദക്ഷിണയും കാലിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടി അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മരിച്ചവരെ തൊഴുതിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിലായിരുന്നു കേട്ടോ ഗുരുവായൂർ അമ്പലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ കയറി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരാളും കൂടി വരാണ്ട്. എന്നിട്ട് നമ്മൾ നേരെ സ്ഥലം ഞങ്ങൾക്ക് കിട്ടാണ്ട് കുറേ സ്ഥലം വഴി തെറ്റിയിട്ടാണ്. പിന്നെ ലാസ്റ്റ് മേക്കപ്പ് റൂം കണ്ടുപിടിച്ചു. എന്നിട്ട് അവിടേക്ക് കയറി ഞങ്ങൾ മേക്കപ്പ് തുടങ്ങിയിട്ടാണ്. എൻ്റെ മുഖത്ത് എന്തൊക്കെയോ വാരി തേച്ചു, എന്താണെന്ന് അറിയൂല. പിന്നെ അത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെ ഹെയറൊക്കെ കെട്ടി ജ്വല്ലറീസൊക്കെ ഇട്ട് കണ്ണും അതൊക്കെ എഴുതൂലേ, അതൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കണ്ണും പിരിക്കൊക്കെ എഴുതിയിട്ട്. പിന്നെ ഡ്രസ്സ് കോസ്റ്റ്യൂം ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തു. ജ്വല്ലറീസും മൊത്തത്തിൽ എല്ലാതും ഇട്ടു കേട്ടോ. പിന്നെ എന്നിട്ട് കയ്യമ്മ എന്തൊക്കെയോ തേച്ചു, അൾട്ട കയ്യമ്മയും കാലുമൊക്കെ ഇട്ടു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ. എൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല തിരക്കിലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഗുരുവായൂർ അമ്പലത്തേക്ക് വന്നു. അവിടെ ഗണപതീൻ്റെ അമ്പലമില്ലേ, അവിടെ തേങ്ങ കൊടുക്കാനായിരുന്നു. അപ്പോൾ അതൊക്കെ ഉടച്ച് പിന്നെ സ്റ്റേജിലേക്ക് കയറുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കാലുമ തൊട്ട് തൊഴുതിട്ട് കയറാണ് കേട്ടോ ചെയ്തത്. എനിക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഗുരുവായൂർ അമ്പലത്തേക്ക് എത്തുമ്പോൾ തൊഴുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈശ്വരൻ എന്താ ഉണ്ടാകാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ മേക്കപ്പും ആ ഒരു ടൈം ഉണ്ടല്ലോ, അത് ഞാൻ ടെൻഷനേ മറന്നുപോയി എന്ന് പറയാം. അങ്ങനെയായിരുന്നു. പിന്നെ നടക്കാതെ പോയ ആഗ്രഹം എന്നൊക്കെ പറയൂലേ, അതേപോലെ ആയിരുന്നു കേട്ടോ. എൻ്റെ അമ്മയ്ക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഭരതനാട്യം പഠിക്കണം, അരങ്ങേറ്റം കഴിയണം എന്നൊക്കെ. പക്ഷെ അപ്പോഴത്തെ സാഹചര്യം ആയതുകൊണ്ട് അമ്മയ്ക്ക് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ അത് എന്നിലൂടെ സാധിച്ചു. ഞാൻ അമ്മയ്ക്ക് സാധിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്കത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് ഫീലായിരുന്നു ഇത് സാധിച്ചു കൊടുത്തപ്പോൾ അമ്മയ്ക്ക്. ഞാൻ നോക്കുമ്പോൾ അമ്മ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുക. അമ്മ കുറച്ചെടുത്തു വീഡിയോ. ഇങ്ങനെ വീഡിയോ പിടിക്കുന്നത് അമ്മ എൻ്റെ ഫ്രണ്ടിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ കളിക്കുമ്പോൾ. അപ്പോൾ അമ്മ കുറച്ച് വീഡിയോ എടുത്തു. പിന്നെ നോക്കുമ്പോൾ ആള് എന്താ പറയുക, പ്രാർത്ഥിച്ചിട്ടിരിക്കുക. എല്ലാവരും പറഞ്ഞു അമ്മ ഞാൻ നന്നായി കളിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ അമ്മേനെ നോക്കുമ്പോൾ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതാണ് ഞാൻ നന്നായി കളിക്കുന്നുണ്ട്. അമ്മേനെ നോക്കുമ്പോൾ അമ്മ പേടിച്ചിട്ടിരിക്കുകയാണ്, അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ്. എനിക്കൊരു ടെൻഷന് പോലും ഉണ്ടായിരുന്നില്ല സ്റ്റേജിൽ കയറി കളിക്കുമ്പോൾ. പക്ഷേ എൻ്റെ അമ്മയ്ക്കായിരുന്നു എല്ലാ ടെൻഷനും ഉണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷെ മൊത്തത്തിൽ അമ്മയ്ക്കായിരുന്നു എല്ലാ ടെൻഷനും. പക്ഷെ എനിക്കൊരു ടെൻഷന് പോലും ഉണ്ടായിരുന്നില്ല സ്റ്റേജിൽ കയറുമ്പോൾ കേട്ടോ. അതൊക്കെയായിരുന്നു കഥ അരങ്ങേറ്റത്തിൻ്റെ. അപ്പം എങ്ങനെയുണ്ട് ഡാൻസും കാര്യങ്ങളൊക്കെ, എങ്ങനെയുണ്ട് കോസ്റ്റ്യൂമൊക്കെ, മേക്കപ്പ് മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് കളിച്ചിറങ്ങിയ ശേഷം എന്താ പറയുക, തലക്കറക്കം, ഛർദ്ദിക്കാനായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. രാവിലെ 3 പത്തിരി കഴിച്ചിട്ടല്ലേ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ച വരെ വൈകുന്നേരം ഒരു 3:30 വരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. തുള്ളി വെള്ളമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വീട്ടിലേക്ക് അവിടെ നിന്ന് മേക്കപ്പ് ഒന്നും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് എത്തിയപ്പോഴായിരുന്നു മേക്കപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തത്. പിന്നെ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി. കാലുമത്തെ അൾട്ട പകുതി പോയിട്ടുണ്ട്. പക്ഷെ കയ്യുമത്തെ അൾട്ട പകുതി മുക്കാലെന്നല്ല ഫുള്ളായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അരങ്ങേറ്റത്തിലില്ലേ നമ്മളെ വീഡിയോസ് ഞങ്ങൾ കളിക്കാൻ ഡാൻസിൻ്റെ വീഡിയോ ഇതിൽ കിട്ടണില്ല, അധികമായിട്ട് കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വരുമ്പോൾ തന്നെ ബിരിയാണി വാങ്ങിച്ചിട്ട്
കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിച്ചപ്പോൾ ഒരു സമാധാനമായി.